Morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. കേൾക്കാമോ? കേൾക്കാമോ? Welcome. കേൾക്കാം. Ma'am. ഓക്കെ. ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ക്ലാസ് ഒന്ന് ജസ്റ്റ് ഇത്ര സമയം പോയത്. ജസ്റ്റ് ഒന്ന് റിലാക്സ്. ഓക്കെ, പ്രയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രയർ ആരാണ്? പ്രയർ ആരാണ്? ഞാൻ പറയാം. സിനു പഠിക്കും. കമന്റാ? Good morning. Oh, good morning, ma'am. Good morning. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do be there. We shall overcome someday. We shall overcome someday. Thank you, ma'am. Okay, thank you. Thought of the day? Ma'am. Good morning, ma'am, and all. I am Shanti from Kasargod. Quote of the day. Every day is special if you think. Every moment is memorable if you feel. Everyone is unique if you see. Life is beautiful if you live. Dr. APJ Abdul Kalam. Thank you, ma'am. Okay. Sign in. Good morning, ma'am. Good morning. ഒരു സ്റ്റോറി ആയിട്ടാണ് പറയാം. The greedy dog. Once, a hungry dog found a bone was carry it home in his mouth. On the way, he crossed a river and saw his reflection in the water. Thinking it was another dog with a bigger bone, he barked at the reflection to snatch it. As he opened his mouth, his own bone fell into the river and was lost. The moral of story, greed can lead to loss. Thank you, ma'am. Signing Sinu Shaga. Okay, thank you. Very good morning to all. ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. മഴയും കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോ ക്ലാസ് കട്ടായി പോയെന്ന് വരാം, പോയെന്ന് വരാം. ഓക്കെ, ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കിക്കോണം. അതിനുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, നിങ്ങളാദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കറണ്ട് ഉള്ള സമയത്ത് മാക്സിമം ഫോൺ ചാർജ് ചെയ്ത് ഇടാം. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഫോൺ എപ്പോഴും ഫുൾ ചാർജിങ് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇൻ കേസ് കാണാൻ പറ്റാത്തവര് റെക്കോർഡഡ് ക്ലാസ് കാണാം. മാക്സിമം ലൈവ് സെഷനിൽ കയറാൻ നോക്കണം. ഓക്കെ, എങ്ങനെയുണ്ട് മഴ? ഭയങ്കര മഴ. ഭയങ്കര മഴ, രക്ഷയില്ല. കാറ്റും മഴയും. കറണ്ടും പോന്ന. കറണ്ട് പോകുന്നുണ്ടോ? ഓക്കെ, വളരെ ശ്രദ്ധിക്കണം. നമുക്കറിയാലോ ഈ ഒരു കുറച്ച് സമയം ഇനി ഒന്ന് കടന്നു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഈ ഒരു സമയത്ത് സ്കൂൾ ഓപ്പണിംഗ് വേണ്ട അല്ലേ? ഇത് സിസ്റ്റം ഒന്ന് മാറണമെന്ന് തോന്നുന്നു. മഴക്കാലത്ത് കുട്ടികൾ വീട്ടിലിരിക്കുന്നതൊക്കെ നല്ലത്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് വെക്കേഷൻ ടൈമിൽ കളിക്കാനുള്ള ഒരു പർപ്പസ് ഒരു സമയം കിട്ടില്ല. പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് അല്ലേ? പക്ഷെ ചില സമയം ആലോചിച്ചാൽ സ്കൂളിൽ കുറെ സേഫുമാണ്. ആ ഒരു സമയത്ത് രാവിലെയും വൈകിട്ടൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ സേഫാണ് അല്ലെ? എന്താണ് ആരൊന്നും സംസാരിക്കാത്തത്?
പറയുന്നുണ്ടോ? ഞാൻ കേൾക്കാത്തതാണോ? പറയുന്നത് ശ്രദ്ധിക്കുക. കേൾക്കാനിട്ടാണോ? തണുപ്പാണ് മഴയാണ്. തണുക്കുന്നുണ്ടോ? ഇത് കണ്ടോ, ഞാൻ ഫാൻ ഇട്ട് ഫുൾ ഫാനിലിരിക്കുന്നത്. എനിക്ക് മഴയ്ക്കും ഫാൻ വേണോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഫാൻ വേണ്ടേ? ഇവിടെ കറണ്ട് പോയി മാം, മഴയും കാറ്റും മാത്രം. യെസ്. എല്ലാവരും സുരക്ഷിതമായിട്ട് അവരവരുടെ വീടുകളിൽ പുറത്തേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് വണ്ടി ഓടിച്ചു പോകണം കേട്ടോ. കാറ്റുണ്ടെങ്കിൽ വണ്ടി നിർത്താം. കാറ്റ് മാറിയതിനു ശേഷം പോയാൽ മതി. അത് തെറ്റിപ്പിടിച്ച് പോകണമെന്നില്ല. കാറ്റ് വന്ന വണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 2 വീലേഴ്സിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. ഓക്കെ, യെസ്. തണുത്ത മഴക്കാലം നമ്മളിലേക്ക് കടന്നു വന്നു അല്ലെ. ഇനിയിപ്പോ കുളിരണിയിപ്പിക്കുന്ന പ്രഭാതങ്ങള്, ഇരുട്ട് മൂടിയ അന്തരീക്ഷം, ഒരു മൂടി പിടിക്കുന്ന ഒരു കാലാവസ്ഥ, അതിലൂടെയാണ് ഇനി കുറച്ച് സമയത്തേക്ക് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഓക്കെ, ചിലർക്ക് മഴ ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും മഴ ഇഷ്ടമാണ്. പക്ഷെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ പല കാര്യങ്ങളും അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സമയവുമാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. ഗുഡ് മോർണിംഗ്. വോയിസ് കെട്ടാവാനുള്ള സാധ്യതയുണ്ട്. മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വോയിസ് ബ്രേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒട്ടും ക്ലിയർ ആവണില്ലെങ്കിൽ പറയണം കേട്ടോ. ഒട്ടും ക്ലിയർ ആവണില്ലെങ്കിൽ പറയണം. നന്നായി കേൾക്കുന്നുണ്ട് മാം. ക്ലിയർ ആണ്. കട്ടാവുന്നൊന്നുമില്ല. അവർക്ക് ആയിരിക്കും. ഓക്കെ, നമ്മളപ്പോ യൂണിറ്റ് 9 തുടങ്ങുകയാണ്. ഡിഫൻസ് മെക്കാനിസം. ഇത് ആരും എടുത്തിട്ടില്ലല്ലോ അല്ലെ? ഇല്ല, ആരും എടുത്തിട്ടില്ല. ഇല്ല മാം, ഇല്ല ഇല്ലാരും. ഓക്കെ, അപ്പോ ഈ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇത് എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ പഠിക്കാൻ പോകുന്നത്? അതെ മാം. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവമാണിത്. കംപ്ലീറ്റ്ലി കേട്ടോ. നമ്മുടെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഡിഫെൻസ് ചെയ്യാറ്? എപ്പോഴാണ് നമ്മൾ ഡിഫെൻഡീവ് ആവുന്നത്? നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കോ എന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാറ്? ഡിഫെൻഡ് ചെയ്യാറ് അല്ലെ? അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാറ് അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ, അങ്ങനെ ഡിഫെൻസിങ് പവർ ഉണ്ട് നമ്മുടെ മനസ്സിന്. അതേപോലെ തന്നെ പല ഡിഫൻസ് മെക്കാനിസം, പല യാന്ത്രികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ളതൊക്കെ. അതൊക്കെ ചില സാഹചര്യങ്ങൾ, സിറ്റുവേഷൻ ബേസ്ഡ് ആണ് നമ്മൾ ഇത് പുറത്തു വരുന്നത്. കുട്ടികളായാലും വലിയ ആൾക്കാരാണെങ്കിലും എന്താണ്, ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നമ്മൾ ഇതിലേക്ക് പുറത്തു വരാറ്. ഓക്കെ, പല ഉദാഹരണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചാപ്റ്റർ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എല്ലാം മനുഷ്യ സഹജമാണ്, ഇതൊക്കെ റിലേറ്റബിൾ ആണെന്ന് ചാപ്റ്റർ തീരുമ്പോൾ കംപ്ലീറ്റ്ലി മനസ്സിലാവും കേട്ടോ. നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ചാപ്റ്റർ ആണ്, ലൈഫ് റിലേറ്റഡ് ചാപ്റ്റർ ആണത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനുഷ്യർക്ക് ഏകദേശം എത്ര ഡിഫൻസ് മെക്കാനിസം ഉണ്ടെന്ന് അറിയാമോ? എത്ര ഡിഫൻസ് പ്രതിരോധ തന്ത്രങ്ങൾ ഉണ്ടെന്ന് അറിയാമോ നമുക്ക് മനുഷ്യർക്ക്? നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് എത്രണ്ണമാണ്? 12 എണ്ണമാണ്. അതിൽ കൂടുതലുണ്ട്, നിങ്ങളിപ്പോ 12 പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. Certain situations or factors in the smooth development of the individual and cause acute emotion, conflicts and frustration. Conflicts and frustration endanger the individual's psychological balance. But the human individual is adapted with the mental capacities to protect himself against such psychological means, as much as his body is equipped with the powers to protect against physical hazards or distress. These protective devices are known as ego defense or defense mechanism or mental mechanism or dynamics. Okay. കാര്യങ്ങൾ ചുരുക്കിയാണ് പറയാൻ പോണത് കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് നമ്മളിപ്പോ നമ്മളുടെ കോൺഫ്ലിക്ട്സിൽ തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ എന്തെങ്കിലും എതിരായിട്ടോ
അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത് എപ്പോഴാണ്? ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഫ്രസ്ട്രേഷൻ വരുന്നത് തമന്ന? നമുക്കൊരു ആഗ്രഹിച്ചൊരു കാര്യം കിട്ടാതെ വരുമ്പോ, അങ്ങനെയല്ലേ? നമ്മളൊരു അതെ 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 അത്രേ ഉള്ളൂ. എന്തൊരു കാര്യത്തിനും തടസ്സങ്ങൾ ഉണ്ടാവുമ്പോഴേ, അതെ നടക്കാതെ വരുമ്പോ, നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ. യെസ്, ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഇമോഷണലി വീക്ക് ആവുമ്പോ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ആരെങ്കിലും തമ്മിൽ തർക്കിക്കുമ്പോ, ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ നമ്മളില് ഇല്ലാണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സൈക്കോളജിക്കൽ ബാലൻസ് എൻഡേഞ്ചർ ആവുന്നു അല്ലെ? നമ്മള് ദേഷ്യം കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കുന്ന സ്വഭാവമാണോ ദേഷ്യം കയറുമ്പോ? അല്ല, വല്ലാണ്ടങ്ങ് വൈൽഡ് ആവും അല്ലെ? വല്ലാണ്ടങ്ങ് വയലൻസ് അങ്ങ് പൊട്ടിമുളകും. അതുപോലെ എക്സ്ട്രീംലി ഹാപ്പി ആവുന്ന സമയത്ത് എങ്ങനെയാണ്? എക്സ്ട്രീം ഹാപ്പിനെസ് നമ്മളുടെ ഫേസിലും മെന്റലി ഫിസിക്കലി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മനുഷ്യരിൽ അല്ലെങ്കിൽ കുട്ടികളെ എടുക്കാം നമുക്ക്. കുട്ടികളിൽ ഉണ്ടാകുന്ന എന്താ പറയാ, അവർക്ക് എന്തെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഇമോഷൻസ് ഉണ്ടാവുമ്പോഴോ, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോഴോ, അല്ലെങ്കിൽ എന്താണ് ഇമോഷണലി വീക്ക് ആവുന്ന സമയത്ത് നമ്മളുടെ സൈക്കോളജിക്കൽ ബാലൻസ് തെറ്റും. എല്ലാവരും തെറ്റും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചല്ല, ഓരോ സാഹചര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളത് തെറ്റും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അതിനെ മറികടക്കാനായിട്ട്, ആ സിറ്റുവേഷനെ മറികടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ഫുൾ ഡേ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമോ? ഇല്ല. നമ്മ അതിനെ മറികടക്കാൻ ഒരു തന്ത്രം പ്രയോഗിക്കും അല്ലെ? നമ്മുടെ മനസ്സ് എന്താ ചെയ്യുന്നത്? അതിനെ നമുക്കത് അതിൽ നിന്ന് ആ സിറ്റുവേഷൻസിന് നമുക്ക് എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? മനസ്സിന്റെ കാര്യങ്ങൾ മറ്റൊരാൾ ഒന്ന് ചെയ്തു തരുമോ? ഇല്ല, അത് നമ്മളായിട്ട് തന്നെ മാറ്റേണ്ടതാണ് അല്ലെ? അപ്പൊ നമ്മള് ആ സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കോൺഫ്ലിക്ട്സോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ട് അതിനെ മറികടക്കാനായിട്ട് നമ്മുടെ മനസ്സ് പുറത്തേക്ക് കൊണ്ടുവരുന്ന കുറച്ച് തന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. മനസ്സാണ് ഈ ഒരു ഡിഫൻസിനെ അല്ലെങ്കിൽ മെക്കാനിസത്തിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അവിടെ വരെ മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? യെസ്. The human individual is adapted with mental capacities to protect himself against such psychological means. അപ്പൊ നമുക്ക് പല ഇമോഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്ത് കപ്പാസിറ്റി ആണുള്ളത്? എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും ആ സിറ്റുവേഷൻ മറികടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമുക്ക്. അതിനെയും നമ്മൾ എന്ത് പറയുന്നുണ്ട്? അത് നമ്മുടെ ബോഡിയിലുണ്ട്, മെന്റലിയിലുണ്ട്. ബോഡിയിലായിട്ടും മെന്റലി കണക്റ്റഡ് ആണ് അല്ലെ? അത് രണ്ടിലും നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആ സാഹചര്യത്തിൽ മറികടക്കും. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാ ഇൻഡിവിജ്വൽസിനും. അപ്പൊ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സ് ബാലൻസ് ചെയ്യാൻ ആർക്കറിയാം? നമ്മൾക്കറിയാം. ഓക്കെ, അപ്പൊ അതും എന്താണ്? അതും ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, ഇനി വേറൊരു തരത്തിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലിയോ അല്ലെങ്കിൽ ഡിസ്ട്രെസ് ആവുന്ന സിറ്റുവേഷൻസോ, അല്ലെങ്കിൽ നമ്മളുടെ ശരീരകാര്യം ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ട് ഉപദ്രവിക്കുന്ന സിറ്റുവേഷൻ വന്നോട്ടെ, ആ സമയത്തും നമ്മുടെ കയ്യിൽ എന്തുണ്ട്? പ്രതിരോധിക്കാനുള്ള ഒരു വെപ്പൺ ഉണ്ട്. അതാണ് ഡിഫൻസ് മെക്കാനിസം. എന്താണെന്ന് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം ടീച്ചർ ഒന്ന് പറയട്ടെ. ഓക്കെ, yes. The protective devices are known as ego defense or defense mechanism or mental mechanism or dynamics. അപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓക്കെ, യെസ്. അപ്പൊ എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്? നമ്മൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ മറികടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ മെന്റൽ മെക്കാനിസം, അല്ലെങ്കിൽ ഡൈനാമിക്സ്, അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് എന്ന് പറയുന്നത്. ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആണ് എന്ത്? ഡിഫൻസ് എന്ന് പറയുന്നത്, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അവിടെ വരെ മനസ്സിലായോ? അതായത് നമ്മുടെ ഇനീഷ്യൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സ്വന്തം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ പ്രതിരോധ തന്ത്രങ്ങളുണ്ട്. ഇതൊക്കെയാണെന്ന് ഇപ്പൊ പറയാം. ഓക്കെ, യെസ്.
They are protective in that they help the individual to overcome threats to his ego. അപ്പൊ നമുക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറെ തന്ത്രങ്ങൾ മെരുവെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഭയാനകമായ സിറ്റുവേഷൻ ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. The lesson, the distress for by frustration and conflict says ace one's failure, preserve in harmony and make the individual able to make adaptation to distressing experience. There are a few special types of responses which make you feel better, which we use in keeping our self-respect or prestige that is being threatened by our frustrations or hindrances, which we cannot control. അപ്പൊ ചില സമയത്ത് നമ്മൾക്ക് ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ. മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പല സ്റ്റേജസിൽ കൂടി കടന്നു പോകുന്നവരാണ് അല്ലെ. ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ്, പല എക്സ്പീരിയൻസ് ഉള്ളവരാണ് ആര്? മനുഷ്യരെന്ന് പറയുന്നത്. ഈ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എങ്ങനെ ഇവിടെ വരെ എത്തി? എന്തൊക്കെ സിറ്റുവേഷൻസിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങൾ എങ്ങനെ ഇവിടെ വരെ എത്തി? അപ്പൊ നിങ്ങളിൽ തന്നെ എന്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ പല കുട്ടികളോട് പറയാറുണ്ട് പല സിറ്റുവേഷൻസിൽ കൂടി കടന്നു വന്നവരാണെന്ന്. നിങ്ങൾ എനിക്ക് പലരും എനിക്ക് പേഴ്സണലി പറയുന്നവരെ എനിക്കറിയാം. നിങ്ങൾ എങ്ങനെ ആ സിറ്റുവേഷനൊക്കെ മറികടന്നു? ആരെങ്കിലും സഹായിച്ചിട്ടാണോ? മെന്റലി നിങ്ങൾ ആരെങ്കിലും സഹായിച്ചോ? ഇല്ല. ആരൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉണരാതെ, നിങ്ങൾ പ്രതിരോധിക്കാതെ നിങ്ങളുടെ സിറ്റുവേഷൻ മാറുമോ? ഒരിക്കലും ഇല്ല അല്ലേ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മളിൽ തന്നെ എന്തുണ്ട്? നമ്മുടെ ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ മൂഡിനെ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആസ് എ ഹ്യൂമൻ ബീങ്സിൽ എല്ലാവരിലും ഉണ്ട്. അതാണ് എന്തെങ്കിലും ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മളിത് മെക്കാനിസം അല്ലെങ്കിൽ പ്രതിരോധ തന്ത്രങ്ങൾ കയ്യിൽ കൊണ്ടൊന്നുമല്ല നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? ഇതെല്ലാം മനസ്സിലാണ് അല്ലെ. നമ്മുടെ മനസ്സിൽ നിന്നാണ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി നോക്കാം. When these mechanisms come into action into induction is that we are facing some problem or adjustment, or that some motivations have been obstructed and that we are trying to find out some way to solve our problems and to mitigate our tensions. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ പല സിറ്റുവേഷൻസിൽ പല തകർന്നു പോയവരുണ്ട്. അതായത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോയവരുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആയി. എങ്ങനെ അഡ്ജസ്റ്റഡ് ആയി വല്ല പിടിയുണ്ടോ? എങ്ങനെ അഡ്ജസ്റ്റഡ് ആയി ഒന്നും അറിയില്ല. എങ്ങനെയൊക്കെ നമ്മൾ ആ സിറ്റുവേഷൻ കടന്നു അല്ലെ. പ്രോബ്ലം സോൾവഡ് ആയി എങ്ങനെയൊക്കെയോ തരണം ചെയ്തു. ഈ തരണം ചെയ്തത് നമ്മൾ തന്നെയാണ്, മറ്റാരുമല്ല. നമ്മൾ തന്നെയാണ് അതൊക്കെ ട്രൈ ചെയ്ത് ഈ പ്രോബ്ലംസിന്റെ ഉള്ളിൽ കിടന്ന് നമ്മളുടെ ഉള്ളിൽ നിന്ന് പല വികാര വിചാരങ്ങളിലൂടെ അല്ലെങ്കിൽ ആ പ്രതിരോധ തന്ത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടന്നത്. ഓക്കെ, ലൈഫ് ഇത് ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഈ പ്രതിരോധ തന്ത്രങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഞാനും നിങ്ങളും എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. യെസ്, നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ അല്ലെങ്കിൽ completely നമ്മൾ ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. We shall see the important mechanism which work in our daily life. These consist of compensation, rationalization, projection, identification, substitution, and sublimation, repression, negativism, sympathism, withdrawal, and daydreaming or fantasy. നമ്മൾ ഡെയിലി ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ കാര്യങ്ങളാണ് എന്ത് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടുന്ന തന്ത്രങ്ങൾ? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോമ്പൻസേഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ, റിപ്രഷൻ, നെഗറ്റീവിസം, സിമ്പത്തിസം, വിട്രോവൽ ആൻഡ് ഡേഡ്രീമിംഗ് ഓർ ഫാന്റസി. ഈ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടോ ഇത് എന്തായിരിക്കുമെന്ന്? എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? ആ വാക്കുകളുടെ മീനിങ് ഒന്ന് പറയാമോ? എന്തിന്റെയാണ് വാക്കുകളുടെ മീനിങ്? ഇപ്പൊ വാക്കുകൾ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവാണ് കേട്ടോ. പോകുമ്പം എവിടെയൊക്കെയോ ഒരു ഐഡന്റിഫിക്കേഷൻ അങ്ങനെയൊക്കെ കാണുമ്പോൾ
ഒരു സിംബ മീനിങ്. വില്ലനെ കാണുമ്പോ തോന്നുന്നുണ്ട് അല്ലേ നമ്മളൊക്കെ എവിടെയോ related ആണ്. അതെ, ഫാന്റസി, നെഗറ്റിവിസം. പക്ഷെ ഇത് ഫുള്ള് നമ്മൾ തന്നെയാ, ഇത് കംപ്ലീറ്റ്ലി നമ്മൾ റിലേറ്റഡ് ആണ്. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? കോമ്പൻസേഷൻ. കോമ്പൻസേഷന് നമ്മള് എന്താ പറയുന്നത്? മലയാളത്തിൽ പറയുന്ന കുറച്ച് ടേംസ് ഉണ്ട് അതില്, അത് നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സൈക്കോളജിക്കൽ ടൈം ആണത്, അതുപോലെ തന്നെ എഴുതി വെക്കുക. അനുപൂർണനം. അനുപൂർണനം. കോമ്പൻസേഷൻ മീൻസ് അനുപൂർണനം. അനുപൂർണനം. When an individual make an attempt to compensate for deficiency by directing his energies to some other aspects of his personality in which no deficiency exists, he is using the mechanism of compensation. ഇവിടെ എന്താ പറയുന്നത്? When an individual make an attempt to compensate for a deficiency. ഒരാൾക്ക് ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. ടീച്ചർ വളരെ എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾക്ക് ഒരു ഡെഫിഷ്യൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഡെഫിഷ്യൻസിനെ മറ്റൊരാളിലേക്ക് നമ്മൾ അത് ഏൽപ്പിക്കുകയാണ്. എനിക്കൊരു കുറവുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷെ അതിനെ മറികടക്കാനായിട്ട് ഞാൻ അത് ആർക്ക് ഏൽപ്പിക്കുന്നു? മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് തലയിൽ അത് വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ എന്താണ്? നമ്മൾ അങ്ങനെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാറുണ്ട് അല്ലെ? അപ്പൊ കഴിവ് മീൻസ് ഏത് തരത്തിലും ആവാം, ഏത് തരത്തിലുള്ള കഴിവുകളാവാം, അല്ലെങ്കിൽ ഏത് കുറവുകളാവും. ഡെഫിഷ്യൻസി മീൻസ് എന്താണ്? ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിഷ്യൻസി കുറവ്. കുറവുകള്. ഇപ്പൊ നമ്മള് ചില കുട്ടികള് പഠനത്തിൽ പുറകോട്ടാവും, അങ്ങനെ പറയാം. പഠനത്തിൽ പുറകോട്ടാണ് അല്ലെ? ഇതിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. പഠനത്തിൽ ആള് പുറകോട്ടാണ്, പക്ഷെ സ്പോർട്സ് ആൻഡ് ആർട്സ് മറ്റു കാര്യങ്ങളിൽ ആ കുട്ടി എങ്ങനെയായിരിക്കും? അവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും നല്ല പ്രതിഭാശാലിയായിട്ട് മാറാൻ സാധിക്കുന്നു. പഠനത്തിൽ അവൻ ഓക്കെ, അക്കാദമിക്കലി മോശമാണ്, ക്ലാസ്സിൽ പഠിക്കുന്നില്ല, യാതൊരു ഒരു വിഷയങ്ങളിൽ പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല, മാർക്കുകൾ പോലും ഇല്ല കുട്ടിക്ക്. പക്ഷെ സ്പോർട്സ് റിലേറ്റഡ്, ആർട്സ് റിലേറ്റഡ് കാര്യങ്ങൾ അവൻ എന്താണ്? ഒന്നാമനാണ്. ഓക്കെ, ഇതെന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ഒരാൾക്ക് ഒരു സ്ഥലത്ത് ഡെഫിഷ്യൻസി ഉണ്ട്, ഒരു കഴിവില്ലായ്മയുണ്ട്. ഇപ്പൊ പഠനത്തിൽ ആ കുട്ടി കഴിവില്ല, പക്ഷെ അവൻ മറ്റൊരു സ്ഥലത്ത് എന്താണ്? മറ്റൊരു സ്ഥലത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പൊ അവന്റെ സിറ്റുവേഷൻ മറികടക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. കുട്ടി പഠിത്തത്തിൽ മോശമാണ്, പക്ഷെ എന്താണ്? അവനത് കോമ്പൻസേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? അവൻ കോമ്പൻസേറ്റ് ചെയ്യാനൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഉണ്ട്. എല്ലാവരും ഈക്വൽ അല്ല, ഡിഫറൻസ് ഉള്ളവരാണ്. എന്തുണ്ട്? ആ കുട്ടി അത് സ്പോർട്സ് ആൻഡ് ആർട്സിലേക്ക് എന്ത് ചെയ്തു? അത് ഡൈവേർട്ട് ചെയ്തു. ആ കുട്ടി അതിലേക്ക് മികവ് കാണിക്കാൻ തുടങ്ങി. ഓക്കെ, ശോഭിക്കപ്പെടുന്നത് ഏതിലാണ്? മറ്റൊരു ഫീൽഡ്. ഒരു ഫീൽഡിൽ ഡെഫിഷ്യന്റ് ആണ് അവൻ, കഴിവില്ല, പക്ഷെ മറ്റൊരു ഫീൽഡിൽ അവൻ എന്ത് പറ്റി? അവൻ ഇംപ്രൂവ് ചെയ്യാനും ഏറ്റവും ഫുള്ളി സക്സസ് ആവാനും സാധിക്കുന്നുണ്ട്. അതാണ് എന്ത്? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തുള്ള ഡെഫിഷ്യൻസിനെ നമ്മൾ ആ സിറ്റുവേഷനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? അതാണ് ഡിഫൻസ് മെക്കാനിസം. ആ സിറ്റുവേഷൻ, ആ കുട്ടിക്കറിയാം അവൻ പഠിക്കില്ല എന്ന് വ്യക്തമായ ധാരണ അവനുണ്ട് അല്ലെ? പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, പക്ഷെ സ്പോർട്സിലെ എല്ലാ ഐറ്റംസിലും അല്ലെങ്കിൽ ആർട്സിലെ എല്ലാ പ്രോഗ്രാംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അവൻ അവിടെ എന്ത് ചെയ്യപ്പെട്ടു? അവനത് കോമ്പൻസേറ്റ്. അപ്പൊ അവന്റെ ലൈഫിലെ സിറ്റുവേഷൻ ആണ് അവൻ പഠിത്തത്തിൽ മോശമാണെന്നുള്ളത്. പക്ഷെ എന്ത് ചെയ്തു? പക്ഷെ അവൻ അക്കാദമിക്കിലല്ലാതെ ആർട്സ് വിഷയങ്ങളിൽ, സ്പോർട്സ് വിഷയങ്ങളിൽ എന്താണ് അവന് എന്ത് ചെയ്യാൻ പറ്റി? കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, മനസ്സിലായോ? പഠനത്തിലില്ല, പക്ഷെ സ്പോർട്സിലും ആർട്സിലും കുട്ടിക്ക് മികവുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ തമന്ന? മനസ്സിലായി മാം. ചുമ്മാ ഇരി. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം ആണ് കോമ്പൻസേഷൻ അഥവാ അനുപൂരണം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. സ്ട്രെങ്ത് ഓൺ നോട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ടീച്ചർ ഇതിന്റെ ലാസ്റ്റ് എല്ലാം കൂടി ഒരു നോട്ട് ഇട്ടാൽ മതിയാവും. എന്താണ് ഓരോന്ന്, എന്താണ് എങ്ങനെ പഠിക്കണമെന്ന്. അങ്ങനെ മതി മാം. ഓരോന്ന് നമുക്കിപ്പോ എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, അത് മതി. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇതെല്ലാവർക്കും കോമ്പൻസേഷൻ എന്താണെന്ന് മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞപ്പോ മനസ്സിലായി മാം. ഓക്കെ, മനസ്സിലായി. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ സാഹചര്യങ്ങൾ ചിലപ്പോ ഇപ്പോ
രണ്ടും എന്റെ രണ്ടാമത്തെ മോൾ അങ്ങനെയാ. സ്പോർട്സിനോടും യോഗയോടൊക്കെയാണ് ഇഷ്ടം അവൾക്ക് കൂടുതൽ. സ്റ്റഡീസിൽ അത്ര മോശമല്ല, ആവറേജ് ആണെന്നില്ല. വലിയ മോള് നന്നായി പഠിക്കും പഠിത്തം, പക്ഷെ സ്പോർട്സ് ഒക്കെ അവൾക്ക് ഇഷ്ടമല്ല. അനങ്ങാൻ വയ്യ. ഇത് പറഞ്ഞപ്പോ എനിക്ക് നന്നായിട്ട് ഇതാക്കാൻ തോന്നി. അതുപോലെ അതായത് ഒരു സിറ്റുവേഷനിൽ ആൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന വീക്ക് പോയിന്റിൽ നമുക്ക് മറ്റൊരു സ്ഥലത്ത് എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അത് തന്നെ ഇപ്പൊ നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന സമയത്ത് എന്താണ് ചിലപ്പോ വീട്ടുകാർ ചിലപ്പോ എന്തെങ്കിലും പറയും, നിങ്ങൾ അത് ചെയ്യാൻ അറിയില്ല ഇത് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ നിങ്ങൾ ഒരുമാതിരി എന്താ പറയാ ഒരു കുറച്ച് കുത്തി നോയിപ്പിച്ചെന്നിരിക്കാം. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ പറഞ്ഞോട്ടെ, ചിലപ്പോ നീ ജോലിക്ക് പോകുന്നില്ല, നിനക്ക് അതിനനുസരിച്ചിട്ടുള്ള കഴിവില്ല, പഠിപ്പില്ല എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങള് ആ വീട്ടിലെ ഏറ്റവും നല്ല കുക്കർ ആയിരിക്കും. നന്നായിട്ട് കുക്ക് ചെയ്യാൻ, ഫുഡ് കുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? ഇത്രയും നിങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇനി എന്റെ ഭക്ഷണം, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത്. എത്ര ടേസ്റ്റ് ആയിട്ട് വേറെ ഇവിടെ കിട്ടും. ഏറ്റവും നല്ല കുക്കർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പൊ നിങ്ങൾ അത് അവിടെ കോമ്പൻസേറ്റ് ചെയ്ത്, അങ്ങനെ പല സ്ത്രീകളും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, പല സിറ്റുവേഷൻസ്. അപ്പൊ അതൊരു പ്രതിരോധ തന്ത്രമാണ്, കോമ്പൻസേറ്റ് ചെയ്യണം അവിടെ. ഓക്കെ. അതേപോലെ പിള്ളേര് പറയാറുണ്ട്, അമ്മയ്ക്ക് എന്തറിയാം, അമ്മ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല സ്വാദിഷ്ടമാണ്. അമ്മ ഇല്ലാതെ പല കാര്യങ്ങളും അവിടെ നടക്കില്ല. ഡ്രസ് അയൺ ചെയ്യാനായിട്ട്, ബാക്കിയുള്ള തിങ്സ്, ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കാനായിട്ടൊക്കെ അമ്മ വേണം. പക്ഷെ അമ്മേനെ കംപ്ലീറ്റ് കുറ്റം പറയും. പക്ഷെ അമ്മ അവിടെ ഏത് സ്ഥലത്താണ് ഏറ്റവും ബെറ്റർ? പക്ഷെ പറയൂട്ടെ കുട്ടികള്, അമ്മയുടെ കുക്കിംഗ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് ഒരു സമയത്ത് പറയും. ഓക്കെ. അപ്പൊ നമ്മൾ എക്സ്പ്രഷൻ ഒന്നും കാണിച്ചെന്നിരിക്കില്ല, പക്ഷെ ഉള്ളിൽ ഒരുപാട് സന്തോഷിക്കും. ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും, എക്സ്പ്രസീവ് ആയിരിക്കില്ല. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രതിരോധ തന്ത്രമാണ് കോമ്പൻസേഷൻ. സെക്കൻഡ് വരുന്നത് എന്താണ്? റാഷണലൈസേഷൻ. Rationalization. Okay. When something occurs that we find difficult to accept, then we will make up a logical reason why it has happened. That is, when people are unable to cope with reasons, they behave in particular ways. They protect themselves by creating self-justifying explanations for their behavior. This is rationalization. It is one of the most famous mechanisms. The individual who has been frustrated, who cannot solve the problem in a successful manner and consequently feel discomfort, and restless, attempts to reduce his feelings of anxiety and guilt by using this device. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും പ്രതിരോധ തന്ത്രങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ് റാഷണലൈസേഷൻ. എന്താണ്? യുക്തീകരണം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യുക്തീകരണം നമ്മുടെ എഴുതി വെക്കാം കേട്ടോ. റാഷണലൈസേഷൻ, യുക്തീകരണം. ഓക്കെ. When something occurs that we find difficult to accept, നമുക്ക് ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണേല് കടിച്ചമർത്തി അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളിലൂടെയാണ് സംഭവിച്ചത്, നമുക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? നിങ്ങള് നിങ്ങളിലൂടെ ഒരു തെറ്റ് സംഭവിച്ചു, ഒരു ഡിഫിക്കൽട്ട് സംഭവിച്ചു, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളെല്ലാവരും അതെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അംഗീകരിക്കാൻ പറഞ്ഞു പോയോ? ഫ്ലോ പോയിടിച്ചേ അല്ലെ? നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അതായത് പരാജയം ഉണ്ടായെന്ന് വിചാരിക്കും, നമുക്കൊരു ഫെയിലിയർ ഉണ്ടായി, പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ന്യായീകരിക്കും അല്ലേ? നമ്മളുടെ കയ്യിൽ തെറ്റ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ? ഒരിക്കലുമില്ല. എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് സംഭവം എന്ന് പറയാൻ മറന്നു പോകും. ചിലപ്പോ പറഞ്ഞ് അങ്ങ് പോകും. ചിലപ്പോ അത് അന്ന് സമ്മതിച്ചു കൊടുത്താൽ പ്രശ്നം എടുത്ത് തീർന്നു. പക്ഷെ നമ്മുടെ മനസ്സ് അതിന് സമ്മതിക്കില്ല. അതാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം അവിടെ. ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചൊന്ന് പറയും അല്ലേ?
നിസ്സാരവൽക്കരിക്കും, നിസ്സാരമായിട്ടാക്കി കളയുന്നു. ആൾക്കരിച്ച് അത് നമ്മളെ ഇതുണ്ടല്ലേ, മറ്റുള്ള ഒരാൾ ചെയ്തെങ്കിൽ എന്ത് ചെയ്യും, നീ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയും അല്ലെ. വാദിച്ച് ജയിക്കില്ല, നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കും. അത് അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ വന്നപ്പോ പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടതല്ല, അത് ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ എന്നെ പറയല്ലേ, എന്നെ മാത്രം പറയല്ലേ, അല്ലെ നിങ്ങൾ പറയാറില്ലേ. അവസാനം നമുക്ക് ഇത് വരും അല്ലേ മാം? അങ്ങനെയല്ലേ? ചിലപ്പോ അവസാനം ലാസ്റ്റ് പെട്ടു എന്ന് മനസ്സിലാവുമ്പോ എന്താണ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ചില സാഹചര്യം ചിലർ സമ്മതിക്കില്ല കേട്ടോ. ന്യായീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കേട്ടവര് പ്രതിയാവും, ചിലപ്പോ കേട്ട് നിൽക്കുന്നവര് ചിലപ്പോ അവരായിരിക്കും ആ സംഭവം ചെയ്തെന്ന് അങ്ങനെ ആക്കിയെടുക്കും നമ്മള്. അങ്ങനെയാണ്. അങ്ങനെ അത് നമ്മുടെ പ്രതിരോധം, നമ്മൾ ആ സിറ്റുവേഷൻ എന്താ ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ നമ്മൾ മറികടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിഫൻസ് തന്ത്രമാണ് എന്ത്, റാഷണലൈസേഷൻ അഥവാ യുക്തീകരണം എന്ന് പറയുന്നത്. യുക്തീകരിച്ച് ആ കാര്യം അവിടെ ഇല്ലാണ്ടാക്കും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ലത്. ഓക്കെ, യെസ്. ഇനി ഏതൊക്കെ പ്രത്യേകമായിട്ടുള്ള സിറ്റുവേഷൻ പറയുന്നത്, ഇൻഡിവിജ്വൽ who has been frustrated or who cannot solve the problem is a successful manner and consequently feels discomfort and restless. Attempt to reduce his feeling of anxiety and guilt by using this device. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ റാഷണലൈസേഷൻ ഉപയോഗിക്കുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ ആ ഒരു സിറ്റുവേഷൻ വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫ്രസ്ട്രേറ്റഡ്, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ, സക്സസീവ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിസ്കംഫോർട്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. നമ്മളിപ്പോ ഏതെങ്കിലും ടെൻഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, നമ്മൾ അങ്ങനെയല്ലേ, ഒരു ടെൻഷൻ കയറി കഴിഞ്ഞാൽ നമ്മളാൽ സംഭവിച്ച കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു പരിധി നടക്കും, അന്നത്തെ മുഴുവൻ ചിലപ്പോൾ അവസാനം പോകും. അതിങ്ങനെ ആലോചിച്ച് ഇത് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു നമ്മൾ റെസ്റ്റ്ലെസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് നമുക്കറിയാം അല്ലെ, പക്ഷെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ഇങ്ങനെ ആലോചിച്ച് ആൻസൈറ്റി ഒക്കെ വന്ന് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കും. ലാസ്റ്റ് അവര് പറയും, ഓപ്പോസിറ്റ് നിൽക്കുന്നവര് പറയും എന്താണ്, കുഴപ്പമില്ല എന്ന് പറയുമ്പോ സമാധാനമായി അല്ലെ. അവരംഗീകരിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചെങ്കിലും സമാധാനമായിട്ട് നമ്മൾ മാറി. പിന്നെ അതാലോചിക്കുമ്പോ ചിരി വരും മിസ്സേ. പിന്നെ ആലോചിക്കുമ്പോ ചിരി വരും, പിന്നെ നല്ല അടിയുള്ളതായിരിക്കും. ഓക്കെ, യെസ്. മനസ്സിലായോ റാഷണലൈസേഷൻ എന്താണെന്ന്? ഓക്കെ. എക്സ്ക്യൂസ് ആൻഡ് ജസ്റ്റിഫൈ മിസ്റ്റേക്സ് എന്ന് നമ്മൾ വേണേൽ അതിന് ഷോർട്ടാക്കി പറയാം. എക്സ്ക്യൂസ് ആൻഡ് ജസ്റ്റിഫൈ മിസ്റ്റേക്സ്, നമ്മളിൽ നിന്ന് സംഭവിച്ചു, പക്ഷെ നമ്മള് ആ മിസ്റ്റേക്കിന് എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യും അല്ലെ, എക്സ്പ്ലനേഷൻസിലൂടെ അതിനെ ന്യായീകരിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് മനസ്സിന്റെ ഒരു പ്രതിരോധ തന്ത്രമാണ്. എന്തിനു വേണ്ടിയിട്ട്, ആ സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യര് അല്ലെങ്കിൽ കുട്ടികൾ, നിങ്ങളിപ്പോ ക്ലാസ്സിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നതാണ്, ടീച്ചറെ ഞാൻ ചെയ്തിട്ടില്ല, അവൻ ചെയ്തിട്ടില്ല എന്ന് മാക്സിമം വാദിക്കും. അവൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ടീച്ചറെ ഞാൻ ഇങ്ങനെ ചെയ്തത്, ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, പക്ഷെ അവനാണ് ചെയ്തതെന്ന് പറയില്ല അല്ലെ. അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു, ടീച്ചറെ ഞാനൊന്നും ചെയ്തില്ല, പക്ഷെ ടീച്ചറിന് അറിയാൻ കുഞ്ഞ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ, കുട്ടികൾ ഇതേപോലത്തെ പ്രതിരോധ തന്ത്രങ്ങൾ ക്ലാസ്സിൽ കാണിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രൊജക്ഷൻ. ബ്യൂട്ടിഫുൾ ഡിഫൻസ് മെക്കാനിസം. ഇത് നമ്മളെല്ലാവരിലും ഉണ്ട് പ്രൊജക്ഷൻ. എന്താണ് സംഭവം നോക്കാം. We often ascribe to others our own shortcomings, desires, or moral defects as a way of lessening our own sense of guilt or inadequacy. We may have certain falling and undesirable behavioral traits or motives and feel sanctity, but instead of acknowledging them, we call attention to the same trait in others. Thus, we divert the attention of others from our own shortcoming. A special form of projection is called displacement or transference. ഇങ്ങനെ വായിക്കുമ്പോ എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടില്ല അല്ലെ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾ പറഞ്ഞു തന്നെ മനസ്സിലാക്കിയാൽ മതി. പ്രൊജക്ഷൻ എന്താണ്? ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ആ പേരിൽ നിന്ന് തന്നെ കുറച്ച് കാര്യം മനസ്സിലാക്കണം. ഇനി പ്രൊജക്ഷനെ നമ്മൾ മലയാളത്തില് സൈക്കോളജിക്കലി പറയുന്നത് പ്രക്ഷേപണം എന്നാണ്. പ്രക്ഷേപണം എഴുതി വെച്ചോളൂ കേട്ടോ. കുറച്ച് മലയാളം വേർഡ്സ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, നല്ല കാര്യമാണ്.
Projection means പ്രക്ഷേപണം. പ്രക്ഷേപണമാണോ മിസ്? പ്രക്ഷേപണം. പ്രക്ഷേപണം. ഓക്കെ, ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, ജസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ കുറ്റം മറ്റൊരാളെ ഏൽപ്പിക്കാറില്ലേ? ഏൽപ്പിക്കാറുണ്ട്. വലിയ കുറ്റമൊന്നും അല്ലെങ്കിലും മാം ചെറിയ ചെറിയ തെറ്റ്, ഞാനല്ലാതെ അവളാണെന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇതാണ് പ്രൊജക്ഷൻ. അതായത് ഇപ്പൊ തമന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. തമന് എടുത്തു വെച്ച സ്ഥലം ചിലപ്പോ അടുക്കളയിൽ ഇപ്പൊ കൈ തട്ടി വീഴുന്ന സ്ഥലമായിരിക്കും, പക്ഷെ ആരെങ്കിലും വന്നത് തട്ടിയിട്ട് പോയെന്ന് വെച്ചു. പക്ഷെ സമന എന്ത് പറയും? കുട്ടി എന്തായിരിക്കും പറയാൻ പോണത്? കുട്ടി എന്ത് പറയും? അമ്മ അതവിടെ വെച്ചുകൊണ്ടാണ് ആ സാധനം വീണതെന്ന് പറയും അല്ലെ? അല്ലാതെ ഞാൻ തട്ടിയിട്ടല്ല എന്ന് പറയില്ല അല്ലെ? ഞാൻ തട്ടിയിട്ടതല്ല, അമ്മ എന്തിനാ അതവിടെ വെച്ചു, ഉമ്മച്ചി അത് എന്തിനാ അവിടെ വെച്ചത് ചോദിക്കും അല്ലെ? പ്രൊജക്ട് ചെയ്യുന്നു. അവരാണ് ചെയ്തത്, അവരുടെ കൈ കൊണ്ടാണ് ചിലപ്പോൾ ക്ലാസ് തട്ടിയിട്ട്. ഇപ്പൊ തമന്നയുടെ കൈ കൊണ്ടാണ് ക്ലാസ് തട്ടിയിട്ട് തമന്ന ഉമ്മച്ചിനെയും ചീത്ത പറയുന്നത്. ഉമ്മച്ചി എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് ചോദിക്കും. ഫസ്റ്റ് അങ്ങനെയല്ല നിങ്ങൾ ചോദിക്കുള്ളൂ, എന്ത് കാര്യം ഇവിടെ വെക്കുന്നത് അങ്ങനെയല്ലേ? ആ വാദിപ്രതിയാക്കും. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ചെയ്ത തെറ്റ് മറ്റൊരാളിലേക്ക് നിങ്ങൾ എന്താണ് ഏൽപ്പിക്കുകയാണ്, അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് മറ്റൊരാൾക്ക് നിങ്ങൾ അതർ പേഴ്സണാലിറ്റിയിലേക്ക് നിങ്ങൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സമ്മതിക്കില്ല. അമ്മ എന്തിന് ഇതിവിടെ വെച്ചു, അമ്മ ഇതിവിടെ വെച്ചിട്ടാണ് ഈ സാധനം ഇവിടെ പോയത്. ഇവിടെ ഇരിക്കേണ്ട സാധനം ഇവിടെ ചോദിക്കും അല്ലെ? ഇവിടെ ഇരിക്കേണ്ട സാധനം ഇവിടെ അവിടെ ഇരുന്നല്ല, എന്തിന് ഇവിടെ വെച്ചു? അതാണ് തെറ്റ്. അതാണ് തെറ്റ്. അല്ലാതെ അയ്യോ ഞാൻ ഇങ്ങനെ ഫോൺ വഴിക്കാൻ അമ്മ അറിയാതെ തട്ടി വീണതാണ് അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ആരും പറയൊന്നുമില്ല അല്ലെ? എത്രക്കും നല്ല കുട്ടികളാണെങ്കിൽ പറയും. ചിലപ്പോ ചോദിക്കും, അവരാദ്യം അങ്ങനെ പറയുള്ളൂ. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അത് എന്തിനാ കാക്ക അതവിടെ വെച്ചത്, എന്തിനാ ചേട്ടാ അതവിടെ വെച്ചത് എന്ന് ചോദിക്കുള്ളൂ. നിങ്ങൾ അത് വെച്ചുകൊണ്ടല്ലേ ഞാനത് മുട്ടിയിട്ടത്, അല്ലാതെ നീ കാണാതെ മുട്ടിയിട്ട് അതൊന്നും നമ്മ കാണാതെ അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് പൊറുക്കണമേ എന്ന് ആദ്യം പറയില്ല നിങ്ങൾ അല്ലേ? അങ്ങനെയാണ്. അങ്ങനെ പറയാത്തവരാണെങ്കിൽ നല്ല കുട്ടികളായിരിക്കും MPH. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. അതായത് സീയിങ് യുവർ ഫോൾട്ട്സ് ആൻഡ് നിങ്ങളുടെ തെറ്റുകള് അതേഴ്സിലേക്ക്, ഫോയിബിൾ ടു അതേഴ്സ്. ഫോയിബിൾ എന്ന് വെച്ചാൽ മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് നമ്മുടെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറയും. ഒരാൾ ചെയ്തത് നമ്മൾ ചെയ്തത് മറ്റൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ അങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം, ട്രാൻസ്ഫറൻസ് എന്നൊക്കെ പല പേരുകൾ ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് പറയാം. അതിന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ? അറ്റൻഷൻ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇപ്പൊ അവിടെ ഇല്ലാത്തവരും പെട്ടെന്ന് കയറി വരുന്ന സമയത്ത് പ്രതിയായിരിക്കും, ചെയ്ത ആളായിരിക്കും ഒച്ചപ്പാട് എടുക്കുന്നത്. ആരായിരിക്കും? അവിടെ വെച്ച ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ തട്ടിയിട്ട ആള് കിടന്ന് നല്ല ബഹളമായിരിക്കും, പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കും മാക്സിമം കുറ്റം. ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചിലപ്പോ അന്നും അങ്ങനെ ചെയ്തില്ല, അന്ന് ആ സാധനം അവിടെ വെച്ചാൽ പിന്നെയും വീണത്, പിന്നെയും ഇവിടെ കൊണ്ട് വെച്ചു കൊടുക്കും. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലേക്ക് നമുക്ക് പോകും. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. മനസ്സിലായോ? എന്തെങ്കിലും ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യണോട്ടോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും? മനസ്സിലായി മാം. ഇത് എക്സാമ്പിളിലൂടെ ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തിയറി ബേസിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്നേ. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റും മാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. യെസ്. അടുത്തത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ. ഇത് നമ്മളിലുള്ള ഒരു നല്ല കാര്യമാണ്. നല്ലൊരു ഡിഫറൻസ് മെക്കാനിസം ആണ് ഇത് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വിച്ച് മേക്ക് വേറെ ക്ലാസ്സിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ചെയ്യാൻ പറ്റില്ല, സെമിനാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It is an adjustment mechanism which made one able to attain satisfaction from the success of other people, groups, or organization. Here, worshiping is also a form of identification.
ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ്? താദാത്മീകരണം. മലയാളത്തിൽ നമ്മൾ സൈക്കോളജിക്കൽ വേർഡാണ് താദാത്മീകരണം. 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 മലയാളം ഒന്നും കൂടെ പറയോ? നമ്മുടെ തത്തയുടെ താഴെ തായില്ലേ? ചന്ദ്രകല മോളെ ചന്ദ്രകല. മീകരണം മാ ഇട്ടിട്ട് വള്ളി വരണം. താദാത്മീകരണമുള്ള താദാത്മീകരണം. മലയാളം പഠിക്കണം. മലയാളം കൂടെ വർക്കിംഗ് അല്ല. എന്താ മനസ്സിലായില്ലേ? ഐഡന്റിഫിക്കേഷൻ എന്താ? താദാത്മീകരണം. കിട്ടിയത് വെച്ചൊക്കെ എഴുതി വെച്ചോ. ഓക്കെ, യെസ്. ഇതും ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. ഇത് നമ്മൾ പല സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? യെസ്, വെരി ഗുഡ് സിദ്ധി. അർച്ചന കറക്റ്റ് ആണ് കേട്ടോ. അർച്ചന എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണ്. യെസ്. അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് ഒരു കുട്ടിക്ക് ജോലി കിട്ടി. ഇപ്പൊ അർച്ചനയ്ക്ക് ഒരു ജോലി കിട്ടി. അർച്ചന അടുത്ത ദിവസം ജോയിൻ ചെയ്യാൻ പോകണം. അർച്ചന ക്ലാസ്സിൽ പറഞ്ഞു എനിക്ക് ജോലി കിട്ടി, ഞാൻ ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ? ഉറപ്പായിട്ടും. ഉറപ്പായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. അത്രേ ഉള്ളൂ. മറ്റൊരാളുടെ സന്തോഷത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നു അല്ലേ? യെസ്, അതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ സക്സസ്ഫുൾ മൂവ്മെന്റ്സുകൾ അല്ലെങ്കിൽ അത് വളരെ ഈ ഒരു പ്രതിരോധ തന്ത്രം വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ നമ്മള് എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ മാം കൺഗ്രാറ്റ്സ് ക്ലാസ് തുടങ്ങുമ്പോ. ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങുമ്പോഴേ അർച്ചനയോട് കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ടായി ക്ലാസ് തുടങ്ങിയത്. അതെന്തിനാ? അല്ല, ജോലി കിട്ടിയെന്ന് പറഞ്ഞല്ലോ. നെക്സ്റ്റ് വീക്ക് പോവല്ലേ അർച്ചന എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിൽ. ശരിക്കും അർച്ചനയ്ക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ? എനിക്കറിയില്ല. മിസ് അറിഞ്ഞില്ലായിരുന്നോ? അത് ഒരു ആഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി ജയദേവ് സാറിന് കോണ്ടാക്ട് ഒക്കെ ഞാൻ ഓർത്ത് നിങ്ങളെല്ലാം അറിഞ്ഞെന്ന്. ഇല്ല. ഇതിന്റെ 5 പേർക്കോ 6 പേർക്കോ അങ്ങോട്ട് ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പറഞ്ഞ സിറ്റുവേഷൻ കറക്റ്റ് ആയി. കൺഗ്രാറ്റ്സ് അർച്ചന. അപ്പൊ അർച്ചനയ്ക്ക് കിട്ടിയതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു. അപ്പൊ അർച്ചനയുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? അർച്ചനയുടെ സക്സസ്സില്. അതാണ് എന്താ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. മറ്റൊരാളുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നു. ഇൻ കേസ് ജോലി മാത്രമല്ല, അല്ലാത്ത മറ്റു സിറ്റുവേഷൻസ്. ഇപ്പൊ ഒരു ചില ഉദാഹരണങ്ങള് ചില സമയത്ത് പറഞ്ഞു പോയി ശരിയാവില്ല. ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഒരു കുട്ടിക്ക് അത് ഭയങ്കര വിഷമമായി. വേറെ ഒന്നുമില്ല, ആ കുട്ടിക്ക് കുട്ടികളില്ല. അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോ നമ്മളത് എക്സാമ്പിളിലൂടെ പറഞ്ഞു പോയത്. ചില സമയത്ത് പറഞ്ഞു പോകുമ്പോ അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഒരാളുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും. നമ്മുടെ ഏറ്റവും മനസ്സിന്റെ ഏറ്റവും നല്ലൊരു നന്മയാണ് അതല്ല, ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, that's an adjustment mechanism which make one able to attain satisfaction from success of other people. മറ്റുള്ളവരുടെ സക്സസിന് നമുക്ക് അതിൽ കൂടെ നമ്മൾ വളരെ ശരിക്കും പറഞ്ഞാൽ അത് അഭിനയമല്ല, ഒരിക്കലും അഭിനയിക്കണമല്ല, നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണത്. ആളുടെ സന്തോഷത്തിൽ കൂടെ നിൽക്കാന്ന് പറയുന്നത്. ഓക്കെ അർച്ചന, യെസ്, മനസ്സിലായോ ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന്? ശരിക്കും ഞാനത് പൊതുവെ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്കൂളിൽ ഇവിടെ അങ്ങനെ എല്ലാ സ്കൂളിലും അലൗഡ് അല്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഒരു സ്കൂളിൽ പോയപ്പോൾ അവർ പറഞ്ഞത് പ്രീ പ്രൈമറി ഗവൺമെന്റ് അംഗീകാരം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഇവിടെ അടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ ഫസ്റ്റ് അവിടെ ചെന്നപ്പോൾ അവര് ഞാൻ എന്തിനു വന്നതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഓൺലൈനാണ് പഠിക്കുന്നത്, അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വന്നാണെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് എന്നെ ഒരു ഇന്റർവ്യൂ പോലെ അത് ചെയ്തിട്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചു എക്സ്പീരിയൻസ് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സർ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്തോ ഫസ്റ്റ് ടൈം ആണോ പഠിപ്പിക്കാൻ പോകുന്നത്? ഫസ്റ്റ് ടൈം ആയിരുന്നു. ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല.
നല്ല അപ്പൊ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അപ്പൊ എന്നോട് നമുക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഫസ്റ്റ് നമ്മളൊരു ടീച്ചറായിട്ട് അതെ മാം, അപ്പൊ എന്നോട് സാർ പറഞ്ഞത് ജൂൺ 2-ാം തീയതി ഇങ്ങ് പോരും. 2-ാം തീയതി ജോയിൻ ചെയ്യണം. അതെ, അപ്പൊ എന്നോട് പറഞ്ഞത് നിങ്ങളിപ്പോ ക്ലാസ് ടീച്ചറായിട്ടാണ് ജൂൺ 2-ാം തീയതി ജോയിൻ ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാവരെയും ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവർക്കും ഒരുപാട് കൺഗ്രാറ്റ്സ് പറയണം കേട്ടോ അച്ഛനൊക്കെ. അപ്പൊ നമ്മൾ പഠിച്ച പാഠങ്ങളും പ്രാക്ടിക്കൽസ് ആയിട്ട് ക്ലാസ്സിൽ പോയി ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, വളരെ കോൺഫിഡന്റ് ആയിരിക്കും. ഞാൻ എന്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സിനോട് ഞാനിപ്പോ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനുള്ള ചില കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മൾ ആ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ജസ്റ്റ് സാറിനോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ തന്നെ സാറ് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാറിന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ എന്നോട് പറഞ്ഞത് 3 മാസം എന്തായാലും ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു 3 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കിട്ടും സർ, അപ്പോഴത്തേക്കിനും ഞങ്ങളുടെ കോഴ്സൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും, കാര്യങ്ങളൊക്കെ കഴിയും, എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയി ഫ്രീ ആവും എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു 3 മാസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ, രജിസ്റ്റർ ചെയ്തിട്ട് സ്കൂളിന്റെ ബേസിൽ പെർമനന്റ് സ്റ്റാഫ് ആക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് പെട്ടെന്ന് ശരിയായ കാര്യമാണത്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതാണ്. ജസ്റ്റ് ഇന്റേൺഷിപ്പിന്റെ ഒരു ലെറ്റർ മാത്രം കൊണ്ടുപോയ ആളാ ഞാൻ. ഓക്കെ, അപ്പൊ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ല ടീച്ചറായിട്ട് ബിഹേവ് ചെയ്യാൻ നോക്കണം എല്ലാവരോടും. സ്കൂൾ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, ആ സ്കൂൾ മൊത്തം നമ്മൾ അതൊരു ഹോമായിട്ട് തന്നെ. നമ്മൾ പാർട്ട് 4 പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ സ്കൂളുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, അത് മനസ്സിലാവും. അപ്പൊ അത് നമ്മുടെ ഹോമാണ്. നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളാണ്. അവിടെ മാക്സിമം നല്ല രീതിയിൽ പല മോശമായ പെരുമാറ്റങ്ങളോ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. മറിച്ച് അതൊക്കെ നമ്മുടെ സിറ്റുവേഷൻ ഇപ്പൊ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. അതൊക്കെ നമ്മള് റിഗ്രറ്റ് എന്താ പറയാ മറികടക്കാനായിട്ട് പറ്റണം കേട്ടോ. ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കാം. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ടീച്ചറായിട്ട് മാറണം കേട്ടോ. കുട്ടികളെ അനുസരിച്ച് നന്നായിട്ട് പഠിപ്പിക്കണം. യെസ്, അതാണ് വേണ്ടത്. മറ്റ് നമ്മുടെ കൊളീഗ്സിനോടും മറ്റ് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ മറ്റ് എല്ലാവരോടും അധ്യാപകരുണ്ടാവാം, മറ്റ് സ്റ്റാഫുകൾ എല്ലാവരോടും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാം കേട്ടോ. ഓക്കെ, സാരി എടുക്കോ? വല്ലപ്പോഴൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്തായാലും സാരി എടുത്തിട്ട് പോകും. ഫസ്റ്റ് പോകുന്നില്ല. അല്ല, അവിടെ സാരിയാണ് മാം, സാരിയാണ് അവിടെ. ടീച്ചേഴ്സ് എല്ലാം സാരിയാണ്. അപ്പൊ അത് മസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ നല്ല ശബ്ദമാണ്. അവിടെ പോയി നല്ല പാട്ടൊക്കെ പാടി ടീച്ചേഴ്സിന്റെ കുട്ടികൾക്കൊക്കെ പാടി കൊടുക്കണം. നല്ല ടീച്ചറായിട്ട് നമുക്ക് കാണണം അച്ഛനെ കേട്ടോ. നമ്മുടെ ക്ലാസ് ഇത്രയൊന്നും പോവാറില്ലല്ലേ സാധാരണ? പോർഷൻസ് ഇത്രയും പോവാറില്ല ചെയ്യുന്നാവും അല്ലെ? ഓക്കെ, അപ്പൊ ഐഡന്റിഫിക്കേഷൻ നമ്മള് എടുത്തത് ഐഡന്റിഫിക്കേഷൻ എടുത്തു. ഡിഫൻസ് മെക്കാനിസത്തില് ഒന്ന് കോമ്പൻസേഷൻ, റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ. അച്ഛൻ നന്നായിട്ട് പാടും. അന്ന് ഏതിനാണ് നമ്മൾ കണ്ടത്? റംസാന്റെ സെലിബ്രേഷൻ നടത്തിയപ്പോൾ അച്ഛനെ പാടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ വരെ നന്നായിട്ട് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് പറയാണ് കേട്ടോ. ബാക്കി നിങ്ങൾ എല്ലാവരും സ്കൂളിൽ കയറാനായിട്ട് ശ്രമിക്കണം. എവിടെയെങ്കിലും അപ്ലിക്കേഷൻസ് കൊടുക്കാറുള്ള അവിടെ കൊടുക്കുക കേട്ടോ. ആരും വെറുതെ മടി വെച്ചിരിക്കരുത്, പിന്നെ പോവാന്ന് വെച്ച് മാറ്റി വെക്കരുത് കേട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും. നല്ലൊരു ടീച്ചറായിട്ടാവാൻ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എത്രത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും. ഓക്കെ, പറ്റാവുന്ന രീതിയിൽ. അപ്പൊ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾ മാക്സിമം കോൺഫിഡന്റ് ആയിട്ടുള്ള ടീച്ചറായിട്ട് മാറ്റാന്നുള്ളതാണ്. ഓക്കെ, ഏജ് ഓവർ ആണെന്നുള്ള ഒരു പ്രശ്നമല്ല. ഏജ് ഇസ് നോട്ട് എ നമ്പർ അല്ലേ? അത് സ്വയം തോന്നണതാണ് അങ്ങനെ കേട്ടോ. അപ്പൊ എനിക്കൊക്കെ എന്തോന്ന് പ്രായമായിടോ, ചിരിക്കുന്നുണ്ടില്ലേ? പ്രായമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെല്ലാവരും 200 വർഷമൊന്നും ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നവരാണോ? അല്ല. നമ്മൾ സമയമാകുമ്പോ പോകും. കുറച്ച് സമയത്ത് നമുക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് പോവാം. അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഹാവ് എ നൈസ് ഡേ. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. മഴയൊക്കെയാണ്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാവരും ലൈവ് ക്ലാസ്സിൽ കയറാൻ നോക്കണേ മാക്സിമം. നെക്സ്റ്റ് മന്ത് മുതൽ ഞങ്ങളും കുറച്ചൊക്കെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടായിരിക്കുന്നു.
കുറച്ച് പേര് പോകും അല്ലേ? ഓക്കെ. തമ്മിൽ എങ്ങനെയാണ്? തമ്മിൽ പോവോ? ഇല്ല ഞാൻ പോവും മാം. പക്ഷെ ഞാൻ സ്കൂളിൽ നിന്ന് 1 hour ക്ലാസ് കാണാനുള്ള പെർമിഷൻ ഇപ്പൊ മാനേജ്മെന്റ് ചോദിക്കും. ഇപ്പൊ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ചോദിക്കണോന്ന് പറഞ്ഞിരിക്കുക. 1 hour ക്ലാസ് കാണാനുള്ള ഒരു പെർമിഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ടീച്ചേഴ്സ് ഒക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഹൈസ്കൂൾ അല്ലേ. പക്ഷെ ഇത്തവണ ഒരു സന്തോഷം എന്ന് വെച്ചാൽ പ്രീ പ്രൈമറിയും കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ എങ്ങനെ ആവും എന്നറിയില്ല. എന്നാലും മാനേജ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോവാണ്. ഹൈസ്കൂള് 7, 8, 9. ടീച്ചർ ഒരേ സമയം ഹൈസ്കൂൾ, UP, LP, KG സെക്ഷൻ ഒരേ സമയം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും കേട്ടോ. ഒരു പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. തവണയ്ക്ക് പറ്റാത്ത എന്താണോ? ഇൻഷാല്ലാ എന്തായാലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവാം മാം. അപ്പൊ മാനേജ്മെന്റിനോട് ഇനി പറയണം ഈ ആഴ്ച. അപ്പൊ 8ാം ക്ലാസ്സിലെ റിസൾട്ട് ഒക്കെ നല്ലതായിരുന്നോണ്ട് നമ്മുടെ ഒരു ഇത് അവര് കേൾക്കാതിരിക്കത്തില്ല. ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ 3 സെക്ഷനിലും അല്ലെ, KG മുതൽ ഹൈസ്കൂൾ വരെയുള്ള സെക്ഷനിൽ നമ്മള് 3 ടൈപ്പ് ഓഫ് ബിഹേവിയർ ആണ് കാണിക്കുന്നതെന്ന് അറിയാലോ തവണയ്ക്ക്? അറിയാം മാം. അതെ. 3 ടൈപ്പ് ഓഫ് ബിഹേവിയറും വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റട്ടെ. ബാക്കി എല്ലാവരും അടിഞ്ഞൊന്നിരിക്കരുത്. ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് എവിടെയെങ്കിലൊക്കെ സ്കൂളിൽ കയറാൻ നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു മാം. സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. സൈൻ ഔട്ടിൽ പ്രത്യേകിച്ച് പറയണ്ട, നല്ല ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം നല്ല ക്ലാസ്. സൈക്കോളജി ഇത്രയും സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഞങ്ങളുടെ ആതിര മിസ് ആണ്. താങ്ക് യു സോ മച്ച് മാം. വി ലവ് യു. എന്താണെന്നറിയോ, ഞാൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി, ക്ലാസ് എടുക്കാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാം പഠിപ്പിക്കുമ്പോ അറിയാൻ പറ്റുന്നുണ്ട്, നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ. താങ്ക് യു. സൈൻ ഔട്ട് ഇല്ല. ഞാൻ പറയാം മാം. ഞാനൊരു കവിത പറയാം. ജ്യോതി, നമ്മുടെ ക്ലൈന്റ് ക്ലാസ്സിലെ ആരാണ് ഒരു ചാർട്ടൊക്കെ കാണിച്ചു തന്നത്? ഉമ്മയാണോ ചാർട്ട് കാണിച്ചു തന്നത്? കുട്ടികൾ ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെ കുറിച്ച് ഞാനത് കുറെ പേരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറെ പേര് ചെയ്തു തുടങ്ങിയിട്ടുണ്ടത്. നല്ലൊരു കാര്യം. ടീച്ചേഴ്സിനോട് പറഞ്ഞു 2 ദിവസം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ 2 പേര് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവര് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അത്രയും ഭാരം കുറയും നമുക്ക്. അവര് സ്വന്തം ഇൻഡിപെൻഡന്റ് ആവുകയുള്ളൂ അതങ്ങനെ ചെയ്തു വരുമ്പോ. നല്ലൊരു കാര്യമാണ് മനുഷ്യ ചെയ്തത് കേട്ടോ. ഓക്കെ. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പെണ്ണിന് പറയാം. അതെ മാം. തമിഴ് കവിതയാണ് മാം. தனிமை முதலில் கொடுமையாக தெரியும், பின் சுவையாகும். தனிமையில் நீ உன்னை ரசித்துப் பார், இயற்கையை ரசித்து அத்தனையும் அழகாகவும் புதிதாகவும் தெரியும். நீ தனிமையை பார்த்து ஓடாதே, விரும்பினால் தனிமை கூட இனிமையே. താങ്ക് യു മാം. നമുക്കൊന്നും പുരിയാതെ ജ്യോതി, ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആദ്യം അതായത് നമ്മൾ തനിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് കഷ്ടം പോലെ തോന്നും. പിന്നെ കുറച്ചായിട്ട് അതൊരു മധുരമായിട്ട് മാറും. ആസ്വദിക്കാൻ തുടങ്ങിയ പ്രകൃതി ആസ്വദിക്കാൻ തുടങ്ങിയ പിന്നെ അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രകൃതി ആസ്വദിക്കാൻ പ്രകൃതി നോക്കിയാൽ അത് നമുക്ക് പുതിയതായിട്ട് കാണുന്ന പോലെ ഒരു ഫീൽ ആകും. അപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ കുറിച്ച് ഫീൽ ചെയ്യാതെ അതിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം തേടുക എന്നുള്ളത് മാത്രം നോക്കിയിട്ട് നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകും. താങ്ക് യു Thank you, ma'am. Thank you, ma'am. Thank you so much for your wonderful class, ma'am. Thank you so much. മഴ തുടങ്ങി. നല്ല മഴയും കാറ്റും.